ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 5:17. റിഖ റിഖ റഗാഷി റഗന 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 സ്തോത്രം 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 സ്തോത്രം. 5:17. ഹല്ലേലൂയ. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരൂശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്താ പറയാ, ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലുള്ള യഹൂദയിലും സകല ഗ്രാമത്തെ യെരൂശലേമിൽ നിന്ന് വന്ന പരീശന്മാരും ന്യായശാസ്ത്രജ്ഞരും അവിടെ ഇരുന്നിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് യേശു കർത്താവിനെ സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സൗഖ്യമാക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം. ശക്തി ഇല്ലാതെ നമുക്ക് സൗഖ്യമാക്കാൻ കഴിയത്തില്ല. ശക്തി ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, ആരാധിക്കാൻ പറ്റും, ഇതൊക്കെ പറ്റും. പക്ഷേങ്കില് പ്രവചിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവചിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നെ വേണം. പക്ഷേ സൗഖ്യമാക്കണമെങ്കിൽ ശക്തി വേണം. ഭൂതങ്ങൾ ഒഴിപ്പിക്കണ ശക്തി വേണം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളും ചെയ്യണമെങ്കിൽ ശക്തി വേണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളും പലപ്പോഴും ചിലപ്പോഴൊക്കെ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഒരു സൗഖ്യമാകുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അത് വേണ്ടത്ര ശക്തി നമ്മൾ വന്നിട്ടില്ല. നമ്മൾ ശക്തി ധരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അപ്പൊ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ ശുശ്രൂഷ മേഖലയിൽ കർത്താവ് ശോഭിക്കാൻ കഴിയത്തില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്ന ബലവാനെ പിടിച്ചു കെട്ടണം. എന്ത് വേണം? നമ്മുടെ അടുത്ത് ബലം വേണം, അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് അവരെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മിലും മനുഷ്യനായി നിൽക്കുന്ന നമ്മിലും ബലമേറിയവരാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ദുരാത്മശക്തികൾ രോഗശക്തിയാകട്ടെ മറ്റെന്താകട്ടെ അവര് നമ്മളാൽ ബലമേറിയവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ കീഴടക്കാൻ നമ്മളിലേക്കും വരുന്നത് നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുന്ന അപ്പൊ ആ ശക്തിയോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ മേൽ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ശക്തി ഇല്ലാതെ നമ്മൾ എങ്ങോട്ടും പോരാ. ശക്തി ഇല്ലാതെ പോയിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് സൗഖ്യമാക്കാനോ കീഴടക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് 72-ാം ലൂക്കോസിന്റെ പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് എത്തുന്ന 49-ാം വാക്യത്തിൽ കർത്താവ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാർക്ക് ഉപദേശം അത് തന്നെയാണ്. 24-49 വായിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനം തന്നെയാണത്. പക്ഷെ എന്നാലും അത് വായിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയർത്തുന്ന ശക്തി ധരിക്കുവോളോ നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഉയരത്തേന്ന് ശക്തി ധരിക്കുവോളം ശക്തി ധരിക്കാതെ നിങ്ങൾ എങ്ങോട്ടും പോകരുത്. അത് തന്നെയാണ് വീണ്ടും എന്താ പറയാ, നമ്മുടെ അപ്പോസ്തലരുടെ 1-8 വാക്യത്തിൽ അത് തന്നെ പറഞ്ഞത്. നിങ്ങൾ ശക്തി ധരിച്ചിട്ട് വേണം നിങ്ങൾ പുറപ്പെടാനായിട്ട്. അപ്പൊ ശക്തി ഇല്ലാതെ നിങ്ങൾ എങ്ങോട്ടും കാരണം ശക്തി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചിലപ്പോൾ പരാജയപ്പെടുത്തിയേക്കല്ല, നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പോസ്തലരുടെ 10-ാം അധ്യായത്തിന് 38-ാം വാക്യം പറയുന്നത് 10:38 പറയുന്നത് നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മൾ തിരിച്ചറിയാം, പരിശുദ്ധാത്മാവിനാൽ വരുന്ന നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് ശക്തി രണ്ടാണ്. പരിശുദ്ധാത്മാവിനെ ശക്തിയാലും അഭിഷേകിച്ചത്. പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മളെ സ്വന്തമായിട്ട് നമ്മളെ എന്താ പറയാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനായിട്ട്, നമുക്ക് ബുദ്ധി വെച്ച് ആലോചന പറഞ്ഞു തരാൻ, നമ്മളെ നേർവഴിക്ക് നടത്താനായിട്ട്, നമ്മളെ സകല സത്യത്തിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു രൂപാന്തരപ്പെടുത്തി നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീണ്ടെടുപ്പിനായിട്ട് നമ്മൾ മുദ്രയിട്ടേക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഒരുക്കിയെടുക്കുക എന്നുള്ളത്.
ദൈവത്തിന് കൊള്ളാകുന്നവരെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ അതിനു വേണ്ടിയിട്ട് പരിശുദ്ധാത്മ നമ്മളിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വരുന്നത് അതിനു വേണ്ടിയിട്ടല്ല. ആത്മശക്തി എന്തിനു വേണ്ടിയിട്ട്? അത് ദൈവത്തിന് പൊതു പ്രയോജനത്തിനായിട്ട് ഹല്ലേലൂയ ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മേൽ പകരുന്നതാണ്. അപ്പൊ നമ്മുടെ മേൽ ശക്തി വരണം. നമ്മൾ ശക്തി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശക്തി നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. കാരണം പരിശുദ്ധാത്മ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരിൽ മാളികകളിൽ കൂടിയിരുന്നവരുടെ മേൽ പിളർന്നേക്ക് അഗ്നി നാവുകൾ പോലെ പതിച്ചു. അവരെല്ലാവരും എന്താ പറഞ്ഞ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഇത് പരിശുദ്ധാത്മന്റെ ശക്തി നമ്മളിലേക്ക് വരുന്നതിന്റെ ഒരു അടയാളം തന്നെയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ അന്യഭാഷകൾ പുതിയ പുതിയ ഭാഷകൾ നമ്മളിലേക്ക് നമ്മൾ പറഞ്ഞു വരും തോറും നമ്മളിലേക്ക് അതനുസരിച്ച് ആത്മപകർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഈ ശക്തി ആണ് സകലത്തെ. അപ്പൊ അതാ പഴയ നിയമത്തെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആമേ അഭിഷേകം നുകത്തെ തകർക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ ചിന്ത. അപ്പൊ അഭിഷേകം നുകത്തെ തകർക്കണമെങ്കിൽ അപ്പൊ നുകങ്ങൾ നമ്മുടെ മേലുള്ള നുകങ്ങളായാലും നമ്മൾ മറ്റൊരാളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന നുകങ്ങളെ തകർക്കണമെങ്കിൽ ശക്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എംപവർ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേടുന്നതും പുറമെ വരുന്നതും അഭിഷേകത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പഴയ നിയമ കാലഘട്ടത്തിൽ വന്നിരുന്നത് ഹല്ലേലൂയ ആമേൻ അത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവം ആ സമയങ്ങളിൽ അയച്ചിരുന്നത് മാത്രമാണ്. അപ്പൊ നമ്മുടെ മേൽ പകരുന്ന ഈ ശക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. കാരണം ആത്മശക്തി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്തെടുക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ നമ്മളിലേക്ക് അത് പകരപ്പെടുന്നു. അത് വെളിപ്പെടത്തോടെ നമ്മളിൽ പകരപ്പെടുന്ന ആത്മശക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവര് സൗഖ്യമായില്ല എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. കാരണം ഇത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിന് ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടം കൂടെ അവിടെ വേണം. അവിടെ ദൈവപ്രവൃത്തി നടക്കണം. ദൈവത്തിന്റെ ഇഷ്ടം കൂടി ഉണ്ടെങ്കിലേ നടക്കും. അപ്പൊ അതുകൊണ്ട് അതാ ഞാൻ പലപ്പോഴും പറഞ്ഞ നേരത്തെയൊക്കെ ഇങ്ങനെ ആൾക്കാർ എപ്പോഴും സൂപ്പർ നാച്ചുറൽ ഹീലിംഗ്, സൂപ്പർ നാച്ചുറൽ പ്രോഫിറ്റ് എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് അടിക്കുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, കർത്താവേ നീ അല്ലാതെ അവിടെ ചെന്ന് നിന്നിട്ടല്ലേ നീ പ്രവർത്തിക്കാതെ അവർക്ക് ആർക്കും ഒരു സൂപ്പർ നാച്ചുറൽ ചെയ്യാൻ കഴിയില്ല. കർത്താവേ നീ അപ്പൊ അതുകൊണ്ട് നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്നടത്ത് പോയി ഇന്നത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അല്ലെ ചിലപ്പം ദൈവം വെളിപ്പെടുത്തിയല്ലോ. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവെന്ന് വിചാരിക്കുവോ ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ച പോയില്ലേ. ഹല്ലേലൂയ. അപ്പം നമ്മള് ഓരോ ദിവസവും നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് അവിടെ ദൈവപ്രവൃത്തി നടക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെ വിട്ടുകൊടുക്കുന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. പലപ്പോഴും പല മീറ്റിങ്ങുകളിലും എന്തുകൊണ്ടാണ് ദൈവശക്തി വ്യാപരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ക്രമീകരിച്ചതെന്ന് വരെ ചോദിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്ന പോലെ അവർ പോയ സ്ഥലങ്ങളിലെല്ലാം അവരുടെ കൂടെ ദൈവം കൂടെ പോയി അതിന്മേലെല്ലാം ദൈവം അവർ പ്രസംഗിച്ച വചനത്തിന്റെ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തിയുള്ള വചനത്തെ ഉറപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം അവരോട് കൂടെ ഇരുന്നു. ദൈവം നമ്മളോട് കൂടെ ഇരിക്കുക. അതാണ് ശക്തി. ആ ശക്തിയിലാണ് ദൈവം നമ്മുടെ കൂടെ. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രം, ഒരു വ്യക്തിയും കൂടെയാണ് നമ്മൾ എപ്പോഴും പറയും. ആ വ്യക്തി നമ്മളുടെ കൂടെ നമ്മൾ ഇരുന്ന് ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നത് അതുപോലെ വിശ്വസിക്കുകയും അതുപോലെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ചിലപ്പോൾ നമുക്ക് തോന്നും അവിടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവമേ പരിശുദ്ധാത്മ ഇപ്പൊ നമ്മളോട് പറഞ്ഞ കാര്യം നമുക്ക് പ്രവർത്തിക്കാനോ നമുക്ക് ചിന്തിക്കാനോ നമുക്ക് ചെയ്യാനോ കഴിയയില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന് അതുകൊണ്ട് ഞാൻ ഇന്നലെ ആരോടും ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ദാവീദിനെ പോലുള്ള ഒരു ദൈവത്തിന് ആവശ്യം. കാരണം ദാവീദ് പൊട്ടനെ പോലെ എന്ത് പറഞ്ഞാലും അതുപോലെ ഏറ്റിലേക്ക് അനുസരിക്കുകയും ചെയ്തിട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദാവീദ് ദൈവം ഇങ്ങോട്ട് പറയുന്നതിനെക്കാട്ടി മുന്നമേ അങ്ങോട്ട് പോലെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിച്ചു. അവിടെ ബുദ്ധിക്ക് വലിയ എന്താ പറയാ സ്ഥാനമൊന്നുമില്ല. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ എന്താ പറയാ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗം എന്ത് രോഗമാകട്ടെ സൗഖ്യമാകൂ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിദ്യാഭ്യാസം വിവരം ഇതിലൊക്കെ സ്പെഷ്യലൈസ് ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് തോന്നി ഇത് എങ്ങനെ സംഭവിക്കും.
ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. ആമേൻ. മറിയയുടെ മറിയം പറയുന്ന പോലെ കർത്താവ്, അല്ലെങ്കിൽ മർത്ത കർത്താവിനോട് പറയുന്ന പോലെ 4 ദിവസം കേട്ടോ നാറ്റം വെച്ചതാ കേട്ടോ, കർത്താവെ നീ തുറക്കാനൊന്നും പറയല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ ബുദ്ധിയിൽ അവൾ മനസ്സിലാക്കിയിടത്തോളം അവൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഹല്ലേലൂയ. കാരണം പക്ഷേങ്കില് ആ ബുദ്ധിക്ക് അപ്പുറമായിട്ട് ഹല്ലേലൂയ കർത്താവ് പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ആ മഹത്വം വെളിപ്പെടുന്ന സ്ഥലത്തൊക്കെ ബുദ്ധിക്കല്ല അവിടെ വെളിപ്പെട്ടേക്കുന്നത്, നമ്മുടെ ഫീലിങ്സിലല്ല വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ വിശ്വാസത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് പലപ്പോഴും ഇത് നമ്മളുടെ ജീവിതത്തെ ദൈവശക്തിയും ദൈവമഹത്വം വെളിപ്പെടുന്നത്. എഫെസ്യർ 3:20 വാക്യം വായിക്കാം സിസ്റ്റർ. ലേഖനം 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരി ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന, ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചോദിക്കുന്ന നനയ്ക്കുന്ന അതിനെക്കാട്ടി അത്യന്തപരമായി ചെയ്യുന്ന എവിടെന്നാ? ദൈവമല്ല ചെയ്യേണ്ടത്, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ഹല്ലേലൂയ കഴിയുന്നവൻ. അപ്പൊ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ആരുടെയാ? അഖിലാണ്ടത്തുടയരായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നു. അപ്പൊ ആ ശക്തിക്ക് കഴിയുമെന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മിൽ ആ ശക്തിക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ കേൾക്കുന്ന വചനം പലപ്പോഴും നമുക്കറിയാം, വചനം കേട്ടുകൊണ്ടിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. നമുക്ക് മനസ്സിലാവും ആ വചനം നമ്മുടെ ജീവിതത്തിൽ വിടുതലാകുന്നത് എങ്ങനെയാ വെച്ചാൽ വചനം കേൾക്കുന്നത് മാത്രമല്ല, അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം അത് വ്യാപരിക്കുന്നു, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി വ്യാപരിക്കത്തില്ല. ഞാനിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അത് കേട്ട് അത് വിശ്വസിച്ച് അത് ആമേൻ പറയും. നമ്മൾ ആമേൻ പറയാൻ, പക്ഷെ അത് വിശ്വസിച്ചിട്ടാണ് ആമേൻ പറയുന്നത്. അങ്ങനെ വിശ്വസിച്ച് ആമേൻ പറയുന്ന അവരുടെ ജീവിതത്തിൽ അത് ആ ശക്തി വ്യാപരിക്കും. ഇത് നമ്മുടെ ഉള്ളങ്ങളെ വ്യാപരിക്കണം. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം ദൈവത്തിന്റെ ദൈവത്തിന് അപ്പൊ അബ്രാലയം പറയുന്ന ദൈവം ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന വിശ്വസിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ വിശ്വാസം വരണം. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യാപരിക്കേണ്ട പുറത്തുനിന്നൊരു ശക്തി വന്നിട്ട് നമ്മളുടെ ഉള്ളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മയുണ്ട് ഇല്ല. പലപ്പോഴും അതെല്ലാവർക്കും എല്ലായ്പ്പോഴും അറിയാൻ പറ്റും. പക്ഷെ ഇത് ചില സമയങ്ങളിൽ ഇതിന് വ്യാപരിക്കുന്ന ശക്തി അത്യന്ത ശക്തിയായിട്ട് നമ്മളിന്ന് വെളിപ്പെടുന്ന, നമ്മളിന്ന് പുറപ്പെടുന്ന നമുക്ക് മനസ്സിലാവും. ഒന്ന് നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്ന സമയത്തായിരിക്കും, ഒന്ന് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുക. കാരണം വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ശക്തി അതെങ്ങനെയാ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും നമ്മൾ കേട്ടത് വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നത് വചനമാണെങ്കിലും നമ്മൾ കേൾക്കുന്ന ഒരു ആലോചനയാണെങ്കിലും അത് വിശ്വസിച്ച് നമ്മൾ വെറുതെ ആമീൻ പറയുമ്പോഴല്ല എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ ദൈവശക്തി വ്യാപരിക്കും നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉള്ളിൽ കിടക്കുകയാണ്. ഉള്ളിൽ കിടക്കുമ്പോൾ ഇതിങ്ങനെ പറയത്തില്ല, ചില എന്താ പറയാ ആക്ടിവേറ്റ് ആകും. ഇത് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് അതിന്റെ പ്രവൃത്തി നടക്കുന്നത്. ആക്ടിവേറ്റ് ആകാതെ കടന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അപ്പത്തിനൊക്കെ ഈസ്റ്റ് ഒക്കെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇത് ആക്ടിവേറ്റ് ആയാൽ മാത്രമേ അവിടെ പൊളിച്ച് അത് പൊങ്ങി അതല്ല അതിന്റെ ആ ഒരു പ്രവൃത്തി അവിടെ നടക്കുക. ചില ഈസ്റ്റിലൊക്കെ ഡേറ്റ് എക്സ്പയറി ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് അല്ലാത്തേക്കാണെങ്കിൽ അത് അല്ലാണ്ടൊക്കെ നമ്മൾ ഇതാക്കിയിട്ട് വേണം ഇടാനായിട്ട്. അത് ചെയ്യാതെ നമ്മൾ ഇടുകയാണെങ്കിൽ അത് ആക്ടിവേറ്റ് ആകത്തില്ല. അപ്പൊ വെറുതെ ഇട്ടെന്ന് മാത്രമല്ല, അതിനുള്ളിൽ തന്നെ കിടക്കും. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതിന്റെ പ്രവൃത്തി ഉണ്ടോ എന്ന് വെച്ചാൽ പ്രവൃത്തിയില്ല. ഹാലില്ല. പൊളിച്ചു പൊങ്ങിയെന്ന് വെച്ചാൽ അയ്യോ ഇന്നത്തെ മാവ് പൊളിച്ചില്ല, കാരണം ഈസ്റ്റ് എന്തോ കുഴപ്പമായിപ്പോ തോന്നുന്നു, അത് പറയാറില്ലേ. അതുപോലെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എല്ലാവരുമേലും പരിശുദ്ധാത്മുണ്ട്. കാരണം വെച്ചാൽ പരിശുദ്ധാത്മില്ല ആർക്ക് യേശു കർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. ആമേ വിശ്വസിച്ച് കർത്താവിനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയത്തില്ല. ഹാലയിലുയ. അപ്പൊ അതുകൊണ്ട് ആമെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുന്നത്. ഹാലയില. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഉള്ളിൽ പരിശുദ്ധാത്മ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മ ആക്ടിവേറ്റ് ആകുന്നുണ്ടോ? ചില ആൾക്കാർ പറയാറുണ്ട് ഹാലയില സിസ്റ്റർ ഇപ്പൊ അങ്ങോട്ട് പഴയതുപോലെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. നമുക്കത് ശക്തി അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ആഗ്രഹമുണ്ട്, പക്ഷെ അതുപോലെ വരാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മ ആക്ടിവേറ്റ് ആകുന്നു.
നിങ്ങൾ കിടക്കുന്ന പരിശുദ്ധാത്മാവല്ല, നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് കണക്റ്റഡ്, അതിനെ ആക്ടിവേറ്റ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഹാലില്ല പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മുടെ ആത്മാവിനെയാണ് അത് ഉണർത്തുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മ മനുഷ്യനെയാണ് അത് ഓരോ ദിവസവും എംപവർ ചെയ്യുന്നത്. അപ്പൊ ആ ആത്മ മനുഷ്യൻ ഉറക്കത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ അത് കേട്ടിട്ട് അതിനനുസരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഹാലിയ അതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മിക്കപ്പോഴും അത് വരുന്നതിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറയും, നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ വരുന്ന ചിന്തകൾ, ആ ചിന്തകൾ റിപ്പീറ്റ് ആയി വരുമ്പോഴത്തേന് ഹാലെ അത് ഞാൻ ഇവിടെ നിങ്ങളോടല്ല ഞാൻ എനിക്കൊന്ന് മറ്റേ അഷിമിനെ അവർക്ക് വേണ്ടി ശുശ്രൂഷ പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഓരോ ചിന്തകൾ, അത് ഓരോ പ്രാവശ്യം ചിന്ത വരുമ്പോഴത്തേന് ഒരു പ്രാവശ്യം അത് വെറും ചിന്തയായി നിൽക്കുന്നെങ്കിൽ ആ കുറെ പ്രാവശ്യം ചിന്തിക്കുമ്പോൾ ഒരു ചിന്തകളുടെ കൂട്ടമായി മാറി അത് അവിടെ ഒരു ചിന്താ മണ്ഡലമായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ ചിന്താ മണ്ഡലമായി രൂപപ്പെട്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെ കുറിച്ച് ഹാലയില നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ഹാലയില ഒരു കൂട്ടമായി മാറിക്കഴിയുമ്പോൾ അവിടേക്ക് പിശാച് ഹാലയില എൻ്റർ ചെയ്തിട്ട് അതൊരു കോട്ടയായി മാറും. നമ്മുടെ ഹൃദയത്തിൽ അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസവും പരിശുദ്ധാത്മ ശക്തിയെ വ്യാപരിക്കേണ്ട സ്ഥലത്ത് ചില കോട്ടകൾ നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളായി കെട്ടിവെച്ച് ഈ കോട്ടകളെ പരിശുദ്ധാത്മ ഒരിക്കലും ഇടിക്കത്തില്ല. ഹാലയില അങ്ങനെയാണ് നമ്മൾക്ക് പലപ്പോഴും കേൾക്കുന്ന വചനം ഹാലയില അത് ഏറ്റെടുക്കാനും വിശ്വാസമായി പരിണമിക്കാനും കഴിയാതെ വണ്ണം അതിനെ ബ്ലോക്ക് ചെയ്ത് അത് ഉള്ളിലേക്ക് ചെല്ലാതെ വണ്ണം അതിന്റെ പുറത്ത് കോട്ടകൾ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കോട്ടകളെ നമ്മൾ ഇടിച്ചു കളഞ്ഞാൽ മാത്രമേ നമ്മൾ കേൾക്കുന്ന വചനം ഹാലയില അത് പരിശുദ്ധാത്മാവുമായി ചേർന്ന് അവിടെ നമുക്ക് അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. പലപ്പോഴും ആൾക്കാർ ഒരുപാട് വചനം കേൾക്കും, പ്രാർത്ഥനകൾ പങ്കെടുക്കും, സഭയിൽ പോകും, ആരാധിക്കും, എല്ലാം യാന്ത്രികമായി ചെയ്യുന്ന കണക്കാണ്. അവർക്ക് ഒരിക്കലും ആത്മശക്തി അനുഭവിക്കാനോ ആത്മശക്തിയിൽ മുന്നേറുവാനോ സാധിക്കാറില്ല. അതിന് കാരണം ഉള്ളിലുള്ള ഈ കോട്ടകൾ. അപ്പൊ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കോട്ടകൾ കെട്ടിവെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പ് നമ്മുടെ ജോസഫ് പാസ്റ്റർ എന്നെ കൊണ്ട് ഈ എക്സസൈസ് ചെയ്യിപ്പിച്ചു. കാരണം എൻ്റെ ഉള്ളിൽ കുറെ തോന്നലുകൾ ഉണ്ടായിരുന്നു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അപ്പൊ അല്ലെങ്കിൽ ആർക്കും എന്നോട് സിൻസിയറിറ്റി ഇല്ല, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പം ദൈവദാസൻ എന്നൊരു മെസ്സേജ് പറഞ്ഞതാണ്, അങ്ങനെ നമ്മുടെ ചിന്തയും മണ്ഡലത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് പെട്ടെന്ന് ഒരു പേപ്പറിലേക്ക് എഴുതണം. അത് വളരാൻ വിട്ടുകൊടുക്കും. പേപ്പറിൽ എഴുതിയിട്ട് ഓർത്ത് എഴുതണം. ഒരു പേപ്പറും പേന എടുക്കുക, നമ്മൾ എഴുതിയിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ദൈവത്തിന്റെ വചനം എഴുതണം. അപ്പൊ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ ഉടനെ അത് എഴുതിയിട്ട് ഹല്ലേലൂയ അവിടെ എഴുതണം, ആമേൻ, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, കർത്താവ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാ. നമ്മൾ ഭയമുണ്ടെങ്കിൽ അടുത്ത് എഴുതണം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തിയായിരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും. ഹല്ലേലൂയ. അതുപോലെ ഓരോ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളുടെ നേരെ ഹല്ലേലൂയ. അപ്പൊ ചില ആൾക്കാർക്ക് ഞാൻ ഒട്ടും സൗന്ദര്യമില്ലാതെ തോന്നലുണ്ടാവും. ഹാലയിലെ ദൈവം നമ്മുടെ ദൈവത്തിന് രൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ ഏറ്റവും മനോഹരമാണ് ഹാലയിലെ. കാരണം ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം സ്വന്തം കരം കൊണ്ട് സ്വന്തമായി ആ മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയെടുത്ത ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ട് ഇത് അവിടെ വെച്ചിട്ട് നമ്മൾ വായിക്കൊണ്ടിരിക്കുക. നീ മനസ്സ് ഹൃദയം പറയുമ്പോൾ നീ പറയുന്നതല്ല ശരി, ഞാൻ ഈ പറയുന്ന എന്റെ ദൈവത്തിന്റെ വചനമാ ശരി, അതാണ് ട്രൂത്ത്, അത് മാത്രമേ ഉള്ള സത്യം. നീ പറയുന്നതെല്ലാം ഫോഴ്സ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ പ്രാവശ്യം ചിന്ത വരുമ്പോൾ മനസ്സിന് ഇതുപോലെ നമ്മൾ ഈ വചനം പറഞ്ഞ് അതിന് അത് ഉറക്കെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഈ ചിന്തകളെല്ലാം മാഞ്ഞു പോകുന്നതായിട്ട് മനസ്സിലായി. നമ്മുടെ ചിന്തകൾ പിന്നെ ഒരിക്കലും ഇത് കൊണ്ടുവരുന്ന വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ ഇത് നടക്കത്തില്ല. ഇത് ഒരു കുറച്ച് ദിവസം ഇത് എക്സസൈസ് എടുത്ത് എത്രയൊക്കെ തവണ നമ്മുടെ മനസ്സിലേക്ക് അതിനെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇതിനെ ജയിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും പരിശുദ്ധാത്മ ശക്തിയിലും അഭിഷേകത്തിലൊക്കെ മുന്നേറാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തെ ഇരുട്ടാക്കിയാൽ നമ്മുടെ ഹൃദയത്തെ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവശക്തിയോടെ വ്യാപരിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളതാണ് ഇതെല്ലാം ഇത് വ്യാപരിക്കേണ്ട, ഇത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കണ്ട എന്നൊക്കെ ചിന്ത. കാരണം ഇതങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ ഇതിനെ അകത്തേക്ക് കയറാൻ കഴിയാതെ തന്നെ ഇത് റിജക്ട് ചെയ്യാണ്. ഇതിനെ ഉള്ളിലേക്ക് കടത്തി വിടാതെ വേണം ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പല നെഗറ്റീവ് തോട്ട്സ് കാരണം. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ മറ്റൊരാൾ പുറത്തിരുന്ന ഒരാൾക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല.
ആമേ പരിശുദ്ധാത്മ പോലും അത് ടച്ച് ചെയ്യത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഹാലെ നമ്മൾ തന്നെ അതിനെല്ലാം എടുത്ത് കളഞ്ഞ് ഹാലെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ശുദ്ധീകരിച്ച് ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാണ് ഹൃദയത്തേക്കൊന്ന് അറകളേക്കൊന്ന് തുറന്ന് ശുദ്ധീകരിക്കണം. ഹാലലി അതിനുള്ളിൽ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി പരിശോധിച്ച് ഹാലെ വേണ്ടാത്തതിനെയൊക്കെ എടുത്ത് കളഞ്ഞ് ആമേ കഴുകി വൃത്തിയാക്കി വെടുപ്പാക്കിയൊക്കെ ചെയ്യണം ഹാലെ. എന്നാൽ മാത്രമേ ഹാലെ നമുക്ക് എന്നും ഈ പരിശുദ്ധാത്മ ശക്തി ഹാലെ നമ്മളിത് അനുഭവിച്ച് മുൻപോട്ട് പറ്റത്തില്ല. നമ്മളിത് വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരിലും വരും ഹാലെ. നമ്മൾ ഇരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ പലപ്പോഴും പിശാച് അതാ ജയിക്കുന്നത്. കാരണം അവൻ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് തരുമ്പോൾ ഹാലലിയ ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാലെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അയ്യോ നാളെ എങ്ങനെയാ, അടുത്ത ദിവസം എങ്ങനെയാ, എന്റെ ഈ വിഷയം എങ്ങനെയാ. ഇത് നമ്മളിൽ എത്ര വാക്തത്വം കേട്ടവരാണെങ്കിലും ഹാലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നമ്മുടെ കൂടെ നിൽക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആകുലപ്പെടാൻ തുടങ്ങും. ആകുലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഹാലെ നമ്മൾ മുൻപോട്ട് പോകണേ നമ്മൾ ഒതുക്കി ഒന്നിനും കൊള്ളാത്തവരെ കൊണ്ടിരുത്താൻ പറ്റും. പ്രാർത്ഥിക്കാൻ ഇരിക്കും, പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റും ഇല്ല. അല്ലെ വചനം വായിക്കാൻ എനിക്ക് ഇരിക്കും, പക്ഷെ വായിക്കുന്ന പോലെ ഗ്രഹിക്കുന്നുണ്ടോ ഇല്ല. കാരണം വെറുതെ പുസ്തകം വായിച്ചു പോകുന്ന നമുക്ക് വായിച്ചു പോകും. ഹാലേലിയ ആമേൻ. നമ്മൾ ഹാലേലിയ ആരാധിക്കുമ്പോഴും അതുപോലെ ഹാലേലിയ ആമേൻ സ്തോത്രം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ യാന്ത്രികമായിട്ട് കാരണം നമ്മുടെ പുറത്തെ മനുഷ്യൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടും, പക്ഷെ അകത്തെ മനുഷ്യന് അനക്കമില്ല. ഈ അകത്തെ മനുഷ്യന് അനക്കമില്ലാതെ നമുക്ക് ആത്മമണ്ഡലത്തിൽ ആത്മീയ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഹാലെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടെടുപ്പ് ഹാലയില് ആദ്യം വരുന്ന നമ്മുടെ അകത്തെ മനുഷ്യൻ തന്നെയാണ്. പുറത്തെ മനുഷ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആത്മാവും ഹാലേലിയ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ അകത്തെ മനുഷ്യൻ അല്ല ആത്മാവും കൂടി ഹാലേലിയ പരിശീലിപ്പിച്ചാണ് പുറത്തെ മനുഷ്യനെ ഇതിനെല്ലാം വിധേയപ്പെടുത്തി എടുക്കേണ്ടത്. പക്ഷെ പുറത്തെ മനുഷ്യനെ വിധേയപ്പെടുത്തി എടുക്കാനായിട്ട് അകത്തെ മനുഷ്യനെ ആക്ടിവേറ്റ് ആയില്ലെങ്കിൽ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു പുറമേ ഉള്ളവൻ നാൾക്കുനാൾ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ ശക്തിയോടെ ബലപ്പെട്ടു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യ ശക്തി ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഏത് വെളുപ്പാങ്കാലത്ത് വിളിച്ചാലും ഏത് നേരത്ത് വിളിച്ചാലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നല്ല ഹാലേലിയ ചില്ലെന്നും പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് പ്രാർത്ഥിക്കുന്നത് അവരുടെ പുറത്തെ മനുഷ്യന്റെ ശക്തിയാലല്ല പുറത്തെ മനുഷ്യൻ ബലഹീനായിരിക്കും, പക്ഷേ വായ തുറക്കുമ്പോ അകത്തെ മനുഷ്യൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. ശുശ്രൂഷിക്കാൻ നമ്മൾ കയറി നിൽക്കുമ്പോൾ അതുവരെ നമ്മള് ഞാൻ ചില പാസ്റ്റർമാരെയൊക്കെ ശ്രദ്ധിക്കാണ്ട് അവരെയൊക്കെ അല്ലാതുള്ള സമയത്ത് അവരുടെയൊക്കെ ശബ്ദം ഭയങ്കര പതിഞ്ഞ ശബ്ദം, വലിയ ഒച്ചയില്ല, ബഹളമില്ല, ഒന്നുമില്ല. പക്ഷേ അവർ മൈക്കെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി ഒന്നങ്ങോട്ട് എന്താ പറയാ അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അവരുടെ സൗണ്ട് മാറും. കാരണം അവരിലേക്ക് അതുവരെ ഇല്ലാത്തൊരു പവർ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആത്മശക്തിയാൽ അവർ ശുശ്രൂഷയിൽ കാണാൻ പറ്റും. കാരണം അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള സൗണ്ട് അല്ല. പലപ്പോഴും അവരുടെ മേലിരിക്കുന്ന പരിശുദ്ധാത്മന്റെ ശക്തിയാണ് അവിടെ പുറപ്പെടുക. അകത്ത മനുഷ്യൻ ബലവാനായതുകൊണ്ട് ആ ബലം അവരുടെ ഓരോ വാക്കിലൂടെ അങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പൊ അവര് സംസാരിക്കുന്ന ആ വാക്ക് ആത്മാവിന്റെ ശക്തിയാലാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്നവന്റെ മേലേക്ക് ഇത് വ്യാപരിക്കാൻ തുടങ്ങും, ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഹാലേലിയ. അപ്പൊ ദൈവത്തിന്റെ ശക്തി എപ്പോഴും മാനിഫെസ്റ്റ് ആകും. നമ്മളിലേക്ക് നമ്മൾ ശക്തി ഉണ്ടെന്ന് നമ്മൾ ഓവർഫ്ലോ ആണ് ചെയ്താൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് ഒഴുകത്തുള്ളൂ. നമ്മൾക്ക് പോലും തികയാത്ത കണ്ണം നമുക്ക് പോലും ആവശ്യത്തിൽ ഇല്ലാത്തതാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടുള്ളത് കിടപ്പാൻ വഴി കഴിയാത്തവണ് ഈ ആത്മ നദിയിലിറങ്ങി മുങ്ങണം എന്ന് പറഞ്ഞ നമ്മുടെ മേൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. എന്നാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് അത് നമ്മുടെ മേലുള്ള ശക്തിയെ ടച്ച് ചെയ്യാൻ അവർക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ ഇന്ന് ഞാൻ ഈ ഇതിനെ കുറിച്ചൊന്നും ഇന്നലെ രാത്രി എനിക്ക് ദൈവം ഇങ്ങനെ എന്താ പറയാ ഈ പരിശുദ്ധാത്മ ഈ വചനങ്ങൾ തന്നപ്പോ ഞാനിത് രാവിലെ ഞാൻ എഴുന്നേറ്റ് രാത്രി കിടക്കാതെ കർത്താവ് എന്തിനാ ഇത് തന്നെ പറയണോ? ഇത് എത്രയോ പ്രാവശ്യം ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചല്ല ഞാൻ എവിടെ തുടങ്ങിയാലും വന്ന് നിൽക്കുന്ന ഇതിൽ തന്നെ ആയിരിക്കും വന്നു നിൽക്കുന്നത്. അപ്പൊ ഇന്ന് വീണ്ടും ഈ വചനം പറയണമെന്ന് വെച്ചാൽ ദൈവം പറയും ഇന്ന് നീ ഇത് പറയണം കാലയില്. കാരണം ദൈവത്തിന് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ പരിശുദ്ധാത്മ ശക്തി മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ആർക്കോ എന്തോ വിടുതൽ ചെയ്യാനുണ്ട് ദൈവത്തിന്. ഹാലേലിയ. അപ്പൊ ആർക്ക് വേണ്ടോ ഈ വിടുതൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് ഇത് വിശ്വാസമായി വരപ്പെടണം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അകത്തെ മിഷൻ ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഹാലേലിയ അവിടെ വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുക അത്യന്ത ശക്തി. അത് എന്റെ കയ്യിലല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളത്തിലായിരിക്കുന്ന. അപ്പൊ ഇവിടെ ആർക്കോ വേണ്ടിയിട്ട് ഹാലേലിയ ദൈവത്തിന്റെ ആത്മാവിന് എന്തോ ഒന്ന് ചെയ്യാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അത് ചിലപ്പോ എനിക്കായിരിക്കും, ചിലപ്പോ നിങ്ങൾക്കായിരിക്കും. ഹാല ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു വിടുതൽ ഹാലയിൽ ആരുടെയോ ജീവിതത്തിൽ എന്തോ ഒരു വിടുതൽ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ആത്മശക്തിയെ കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞാലും ഹാലെ, ആത്മശക്തി എവിടെ വെളിപ്പെട്ടാലും അത് ഫലം ചെയ്യാതെ മടങ്ങത്തില്ല ഹാലെ. അത് പ്രവൃത്തി തികയ്ക്കാതെ മാറിപ്പോകത്തില്ല ഹാലെ. ആത്മശക്തി ഹാലയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് അവിടെ വിടുതൽ കൽപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഹാലയില്ല ദൈവത്തിന്റെ ശക്തി ഇന്ന് വെളിപ്പെട്ടാൽ അത് വെളിപ്പെട്ട് ചുമ്മാ പോകത്തില്ല. കാരണം ഈ ശക്തിക്ക് എന്താ പ്രത്യേകതകളെന്ന് വെച്ചാൽ നമുക്കറിയാലേ. ആദ്യം പാഴും ശൂന്യമാർന്ന ഭൂമിയുടെ മേൽ ഹാലെ പരിശുദ്ധാൻ വന്ന് പരിവർത്തിച്ചതേ ഉള്ളൂ ഹാലെ. വെള്ളത്തിന്മേൽ ഒന്ന് പരിവർത്തിച്ചതേ ഉള്ളൂ. ആമേൻ, ഹാലലിയ. അവിടെ എന്താ പറയുക, ഇരുട്ട് മാറി വെളിച്ചമായി വന്നതുപോലെ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ ഇരുൾ പിടിച്ചിരിക്കുന്ന മേഖലകൾ ഇനിയുമുണ്ട് ഹാലയില്. അപ്പൊ അവിടേക്ക് പരിശുദ്ധാൻ വന്ന് പരിവർത്തിച്ച് ഇരുൾ മാറി വെളിച്ചമുണ്ടാകും. യേശു കർത്താനെ മരിച്ചിടയെന്ന് ഉറപ്പിച്ച കല്ലറക്കുള്ളിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഹാലേലുയ. ആ ശക്തി ഒന്ന് വ്യാപരിച്ചപ്പോൾ ഹാലേലി അവിടെ എന്ത് സംഭവിച്ചു ഹാലെ, മരിച്ച യേശു കർത്താവിനെ ആമയെ ഉയർപ്പിക്കാൻ കഴിയും. അതുപോലെ കനായിലെ കല്യാണ വീട്ടിൽ ആലയം കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്ന ശക്തി അവിടെ നിന്ന് വെള്ളത്തിന്മേലൊന്ന് വ്യാപരിച്ച് എന്ത് പറ്റി ഹാലേലി. ആമ വർഷങ്ങളെടുത്ത് നിർമ്മിക്കേണ്ട ആമയും വീഞ്ഞ് ഹാല ഒറ്റ നിമിഷം കൊണ്ട് ഉണ്ടായതുപോലെ. അപ്പൊ ഈ ആത്മശക്തി എവിടെങ്കിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആമ വർഷങ്ങളായി നമ്മൾ ചെയ്തല്ലേ, വർഷങ്ങൾ കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് അത് ചെയ്തു തരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറയാം, ഇപ്പൊ ബൈബിളൊക്കെ പഠിക്കാനായിട്ട് ബൈബിൾ കോളേജിലൊക്കെ പോയി വർഷങ്ങളെടുത്ത് ഹാലേലിയ 3-5 വർഷം എടുത്ത് ബൈബിൾ കോളേജിൽ പോയി പഠിക്കുന്നവർക്കാണ് വചനം ശരിയായ രീതിയിൽ പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ ഒരു ബൈബിൾ കോളേജിലും പോകണ്ട, ബൈബിൾ എത്ര പുസ്തകങ്ങൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അവരുടെ മേലെ ആത്മശക്തി വന്നു കഴിഞ്ഞാൽ ഹാലേലിയ അവൻ മണിക്കൂറുകൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ കഴിയും ഹാലേലിയ. കാരണം എന്ന് വെച്ചാൽ ഈ ആത്മശക്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഹാലേലിയ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും നമ്മൾ പഴയ നിയമത്തെ കണ്ടിട്ട് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ പറയും ഹാലെ നീ ഒന്നും ചെയ്യേണ്ട ഹാലില് ആമേ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മതി ഹാലില്. അവിടെ ഹാല അത്ഭുതകരമായി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് ഹാലയില് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടിട്ട് അവർ ആമേ യുദ്ധങ്ങളിൽ ജയിച്ചു വരുന്നത് ഹാലെ അവിടെ വലിയ പ്രവൃത്തി നടക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ആത്മാവ് എവിടെങ്കിലും ഒന്ന് ഹാലയില് മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതൽ സംഭവിച്ചിട്ടേ അത് പോകത്തുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ ചുമ്മാ വന്നിട്ട് പോകത്തൊന്നുമില്ല. ഹാലെ ആത്മശക്തി ഹാലെ നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ വിചാരിക്കും ആത്മശക്തി വന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വെച്ച് ചൂടൊക്കെ അനുഭവിച്ചു, അല്ലെങ്കിൽ ഭയങ്കര വൈബ്രേഷൻ ഒക്കെ വന്ന്, അല്ലെങ്കിൽ നമ്മൾ തെറിച്ചു പോയി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കാണുന്ന മണ്ഡലത്തിൽ ആത്മകണ്ണിൽ നമ്മുടെ സ്വാഭാവിക കണ്ണിൽ ഇതേ കാണത്തുള്ളൂ നമ്മൾ ചിലപ്പോൾ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ കാലമില്ല അവിടെ എന്തൊക്കെ വിടുതൽ നടന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്ന നമ്മളെ പോലും അറിയാൻ നമ്മുടെ ജീവിതത്തിൽ കൂടിയൊക്കെ കയറി കൂടിയൊക്കെ എത്രയോ ദുരാത്മശക്തി ഓരോ പ്രാവശ്യം പരിശുദ്ധാത്മ ശക്തി നമ്മൾ വ്യാപരിക്കും വിട്ടുമാറുന്നുണ്ട് അറിയാം. നമ്മൾ കേൾക്കും നമ്മളിലൊന്നും ഇതൊന്നും ഇല്ല, നമ്മളൊക്കെ ഉണ്ട്. നമ്മൾ കോപിക്കുന്നവർക്കുണ്ട്, കോപിക്കുമെങ്കിൽ കള്ളം പറയുമെങ്കിൽ ഹാലയില് മറ്റുള്ളവർ അസൂയ തോന്നുമെങ്കിൽ മറ്റുള്ളവരെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഹാല ഇതൊക്കെ നമ്മളിരിക്കുന്ന ദുരാത്മാവാണ്. ഇതൊന്നും ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്തയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ വിചാരങ്ങളുമല്ല. ഹാലലിയ ഇതൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ഹാലലിയ ആമേൻ അവന്റെ മറ്റൊരു കുഞ്ഞിന് നല്ല മാർക്ക് കിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കാട്ടി കൂടുതൽ വാങ്ങുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഹാലലിയ ഒരാളുടെ ഉയർച്ച കാണുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഒരാൾ നല്ല വീട് വെക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഒരാൾ നല്ല വണ്ടി വാങ്ങിക്കുമ്പോൾ സന്തോഷിക്കും. ഇതൊക്കെ നമ്മൾ ഇരിക്കുന്ന ഹാലെ നമ്മളിൽ അങ്ങനെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശോധന ചെയ്ത് നമ്മളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവല്ലത് ഹാലലിയ. ആത്മാവിന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ ഹാലേലി. അപ്പൊ ആ ദൈവത്തിന്റെ സ്വഭാവം മാത്രമേ ദൈവത്തിന്റെ തന്നെ ആത്മാവിന്റെ ആ സ്വഭാവം മാത്രമേ വെളിപ്പെടും. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവാണ് പഠനം ചെയ്യുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവിടെ ഒരിക്കലും ജഡത്തിന്റെ ഫലമോ അല്ലെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ പൈശാചിക ശക്തികളുടെ ഹല്ലേലൂയ പിശാചിന്റെ സ്വഭാവങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മളുടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ നമ്മൾ നടത്തപ്പെടുകയാണ്. പരിശുദ്ധാത്മ ശക്തി ഹല്ലേലൂയ യേശു കർത്താവിനെ ഹല്ലേലൂയ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. ആ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള അഭിഷേകമാണ് രോഗികളെ സൗഖ്യമാക്കുന്നത്, ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഹല്ലേലൂയ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവിടെയൊക്കെ കർത്താവ് കടന്നു ചെന്നിടത്തെല്ലാം ഇരുള് മാറി വെളിച്ചമുണ്ടായി. ഇരുട്ടിൽ നിന്ന് പട്ടണം വെളിച്ചം കണ്ട് നമ്മളെയും കർത്താവ് ദൈവം വിളിച്ചിരിക്കുന്ന എഴുന്നേറ്റ് പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങി നമ്മളിലൂടെ ദൈവത്തിന്റെ വെളിച്ചം വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ അന്ധകാര മണ്ഡലം വഴി മാറും. നമ്മൾ എവിടെയെങ്കിലും കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ മാറും.
ഹല്ലേലൂയ. നമ്മളെ ദൈവം ആക്കുന്നത് അത്രത്തോളം സ്നേഹത്തിലും അത്രത്തോളം പവറിലും അത്രത്തോളം ദൈവം ഭൂമിയിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം ആക്കി വെച്ചത്. അപ്പൊ നമ്മൾ എംപവർ ചെയ്യുന്നത് ഓരോ ദിവസം നമ്മൾ എംപവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം എന്ത് ചെയ്യാനാണോ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ ചെയ്യാനായിട്ട്. ഇന്നലെ നമ്മളിങ്ങനെ വൈകുന്നേരം പ്രാർത്ഥിക്കായിരുന്നപ്പം ഒരു വചനം ഇങ്ങനെ ഇടപെട്ട് പ്രാർത്ഥിക്കാത്തപ്പെട്ട ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വചനഭാവമാണ്. പക്ഷേ അവിടുന്ന് തന്ന വെളിപ്പാട് ഇങ്ങനെയാണ്. 60-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായ വാക്യം, നിന്നെ ക്ലേശിപ്പിച്ചിട്ട് പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും, നിന്നെ നിന്ദിച്ചിറക്കിയ നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവൻ നിന്നെ യഹോവയുടെ നഗരം ഇസ്രായേൽ പരിശുദ്ധൻ സിയോൻ എന്ന് വിളിക്കും. ആരും കടന്നു പോകാൻ നീ നിർജ്ജനം ദേശവിഷയമായിരുന്നപ്പോഴും ഞാൻ നിന്നെ മഹാന്മയും തലമുറ ആനന്ദവുമാക്കി തീർക്കും. ഹല്ലേലൂയ. നമ്മളിവിടെ പാടുന്നത് വായിക്കുന്നത്, നിന്നെ ക്ലേശിപ്പിച്ചിട്ട് പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ട് വരും. ഹല്ലേലൂയ. നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഇത് കേൾക്കുമ്പോൾ എന്റെ സ്വഭാവത്തിൽ എനിക്കുണ്ടാകട്ടെ, ഞാനതങ്ങനെയാണ് ചിന്തിച്ചത്. ഇന്നലെ പരിശുദ്ധാത്മ അത് കറക്റ്റ് ചെയ്തു. കാരണം അവിടെ നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തി അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖമൊക്കെ മുമ്പിലേക്ക് കയറി വരുന്ന പെട്ടെന്ന്. അതുപോലെ നമ്മള് 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ മുഖത്തിൽ നമുക്ക് മുഖം, കാരണം എന്താ, നിന്ദിച്ചവന്റെ മുമ്പ് മേശ ഒരുക്കുന്ന നമ്മുടെ മുമ്പിൽ ആരൊക്കെ നമ്മളെ നിന്ദിച്ച, നമ്മൾ ആരെയൊക്കെ അപമാനിച്ച, നമ്മളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന കുറ്റം ഈ മുഖമൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. പക്ഷേ ഇന്നലെ ദൈവത്തിന്റെ ആത്മ കൃത്യമായി എന്നോട് ഇടപെട്ട് ഹല്ലേലൂയ, നമുക്ക് ഒരൊറ്റ ഒരു ശത്രു മാത്രമേ നമുക്കുള്ളൂ. ഹല്ലേലൂയ. എവിടെ പറയുന്നത്, നിന്നെ ക്ലേശിപ്പിച്ചൊരു പുത്രൻ. നമ്മളെ രക്ഷ ഒറ്റ ഒരുത്തം മാത്രമേ, അത് പിശാചാണ്. ക്ലേശിപ്പിക്കാൻ പിശാച് പല മനുഷ്യരെ ഉപയോഗിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളല്ല പിശാചിന്റെ മക്കൾ, രണ്ടു കൂട്ടരേ ഉള്ളൂ ലോകത്തിൽ. ദൈവത്തിന്റെ മക്കളായി മാറാത്തവരൊക്കെ നോക്കി നമുക്ക് പറയാൻ പറ്റും പിശാചിന്റെ മക്കൾ. കാരണം നമ്മളത് പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ യോഹന്നാൻ സ്നാപകൻ വന്നത് വിളിച്ചെന്താ, സർപ്പസന്തതികളെ എന്ന് വിളിച്ചത്, പിശാചിന്റെ മക്കളെ എന്ന് വിളിച്ചത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കാത്തവർ, ദൈവത്തിന്റെ വഴിയിലേക്ക് വരാത്തവരൊക്കെ അത് തന്നെയാണ്. ഹല്ലേലൂയ. ഒന്നുകിൽ പിശാച് നടത്തും അല്ലെ ദൈവം നടത്തും. അപ്പൊ നമ്മള് എന്റെ നമ്മളെ കൊലൂഷനത്തെ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനെ പുത്രന്റെ ഇരുട്ടിന്റെ അധികാരം പിശാചിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ പിശാചിന്റെ ആധിപത്യത്തിൽ കടന്ന് നമ്മളെയാണ് അവിടുന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനെ അല്ലെ വെളിച്ചത്തിന്റെ രാജ്യത്തിലാക്കി, സ്നേഹസ്വരൂപ പുത്രന്റെ രാജ്യത്തിലാക്കി. അപ്പൊ ജ്ഞാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ജാതി മാറില്ല, മനസ്സ് മാറില്ല. എന്ന് വെച്ചാൽ ആധിപത്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു, പിശാചെന്ന് ദൈവത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്ന ഇരുട്ടന്റെ. അപ്പം ദൈവത്തിന്റെ മക്കളല്ലാത്തവരൊക്കെ പിശാചിന്റെ മക്കൾ തന്നെ, അത് ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് അപ്പൊ അങ്ങനെ നിന്നെ ക്ലേശിപ്പിച്ചു. അപ്പൊ എന്നെ ക്ലേശിപ്പിച്ച ആരാച്ച പിശാച്. ഹല്ലേലൂയ. പിശാച് നടത്തുന്നവരാണ് പിശാചിന്റെ മക്കൾ. ദൈവം നടത്തിയ ആത്മാവുള്ള ദൈവത്തിന്റെ മക്കളാണ് പിശാചിന്റെ ആത്മാവുള്ള പിശാചിന്റെ മക്കളാണ്. അപ്പൊ നമ്മുടെ ക്ലേശിപ്പിച്ചതിന്റെ പുത്രന്മാർ എന്ന് വെച്ചാൽ പിശാചിന്റെ പുത്രന്മാർ തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലാതെ ഈ ലോകത്ത് പൈശാചിക ശക്തികളല്ല ദുഷ്ടാത്മാവിനാൽ മ്ലേച്ഛതയിലും ദുർമാർഗത്തിലൊക്കെ നടക്കുന്ന എല്ലാവരും നമുക്ക് നമ്മളെ ക്ലേശിപ്പിച്ചവന്റെ പുത്രന്മാർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ജനം ജാതികളായിരിക്കുന്നവർ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഇതുവരെ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവർ, അവരെയാണ് ഇവിടെ പറയാൻ നിന്നെ ക്ലേശിപ്പിച്ചൊരു പുത്രന്മാർ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയാൻ പറ്റും. ഹല്ലേലൂയ. അവർ നമ്മുടെ അടുക്കിലേക്ക് വരും, നമ്മുടെ കാൽ പിടിച്ച് നമസ്കരിക്കും. എന്നിട്ട് പറയും ഹല്ലേലൂയ, ആമേൻ. അവിടെ പറയും, അവൻ നിന്റെ കാൽപ്പിച്ച് നമസ്കരിക്കും, നിന്നെ യഹോവയുടെ നഗരം എന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. അപ്പൊ നമ്മളോട് പറയാ, നിങ്ങളാണ് വിശുദ്ധർ, അല്ലെങ്കിൽ നിങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കിലേക്ക് വരും. അവിടെ അങ്ങനെ വന്നിട്ട് അപ്പൊ എന്നിട്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആരും കടന്നു പോകാൻ നിർച്ചനും ദേശവിഷയം ആയിരിക്കും. ഇപ്പൊ അതിന് നമ്മളെ ദൈവം എന്താ, നിത്യമഹാന്യം തലമുറ ആണ്. ഇത് ഒരു ജനറേഷൻ കൊണ്ട് നിൽക്കുക. നിന്റെ വായിൽ നിന്ന് നിന്റെ സന്തതി മേൽ, നിന്റെ സന്തതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ ദൈവം പറയാം. അപ്പൊ അവിടെയൊക്കെ ദൈവം മഹാത്മ്യമാക്കി. അപ്പൊ നിന്റെ ഇവിടെ ഇത് ഇന്നലെ പ്രാർത്ഥിക്കാർക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ ഈ ക്ലേശിപ്പിച്ച പുത്രൻ നിന്റെ അടുക്ക് വണങ്ങിക്കൊണ്ട് നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ദൈവമേ ഇത് എവിടെയാ വചനത്തിലുള്ളത് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മ എനിക്ക് വെളിപ്പെടുത്തി യേശു കർത്താവിന്റെ മുമ്പിലേക്ക് ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ വന്ന് നമസ്കരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഗദരദേശത്തെ മനുഷ്യൻ വന്ന് നമസ്കരിക്കുന്നത് വന്ന് നമസ്കരിക്കുന്ന മനുഷ്യന്റെ മേൽ 6000 ഭൂതം കൊണ്ടുണ്ടായിരുന്നു. അവിടെ വന്ന് കർത്താവിനെ കണ്ടപ്പോ ഓടി വന്ന് കർത്താവിന്റെ മുമ്പിൽ നമസ്കരിച്ച് എന്നിട്ട് ചോദിക്കും, സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നത് എന്താന്നൊക്കെ ചോദിച്ചു. അവിടെ കർത്താവിന്റെ മുമ്പിലേക്ക് വന്ന് നമസ്കരിക്കുന്ന കാല് പിടിക്കുന്ന കണ്ട് നമ്മൾ കാണുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞത് അവര് എന്നിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് പന്നികൾ കയറിക്കിട്ട് പെർമിഷൻ വാങ്ങിച്ച ശേഷമാണ് വിട്ടുമാറുന്നത്. വിട്ടുമാറി കഴിഞ്ഞപ്പോ എന്ത് പറ്റി, അവിടെ കർത്താവിന്റെ മകനായി മാറാൻ വേണ്ടി കർത്താവിന്റെ കൂടെ പോരാൻ റെഡിയാണ്.
കർത്താവെ ആക്കിയ നീ ഒരു കാര്യം ചെയ്യ, എന്റെ കൂടെ വരണ്ട ഹാലെ, നിന്റെ വീട്ടുകാരെ ഇടയ്ക്ക് ചെന്ന് നിന്നെ അവർക്ക് വേണ്ടി അവർക്ക് നിന്നെ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ വായിച്ച വചനത്തിന്റെ ഹാലെ ഒരു നിവൃത്തി അവിടെ കണ്ടത്. ഹാലേ അവിടെ അതുപോലെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കും കാണാം. അവിടെ ആ മന്ത്രവാദമൊക്കെ ചെയ്ത് ജനത്തെ ഭ്രമിച്ചുകൊണ്ട് ശീമോൻ എന്ന് പറഞ്ഞ ആളൊക്കെ വന്ന് പത്രോസിന് മുമ്പിലേക്ക് വരുന്ന അവരെ ആ മന്ത്രവാദ കെട്ടുകളൊക്കെ കൊണ്ടിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് കർത്താവിനെ സ്വീകരിക്കുക. അപ്പൊ അവിടെയൊക്കെ പറഞ്ഞ ആമേൻ നിന്നെ ക്ലേശിപ്പിച്ചതിന്റെ പുത്രന്മാർ അടുത്ത നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കുക എന്ന് വെച്ചാൽ അവിടെ എത്ര ആ ദുരാത്മ ശക്തികളുമായി നടക്കുന്നവരാണെങ്കിലും ദൈവത്തിന്റെ ആമേൻ ആ സമയത്ത് അല്ലെങ്കിൽ ദൈവം പറഞ്ഞാല് ദൈവത്തിന് അപ്പൊ ആ വിടുതൽ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം, അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷ വേണമെങ്കിൽ, അവരുടെ ജീവിതത്തിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കിടക്കണം, നമ്മുടെ തന്നെ വരുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മനുഷ്യ മുഖങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മനുഷ്യൻ ചെയ്യുന്നതെല്ലാം നമുക്ക് വിരോധമായിട്ട് എന്ത് ചെയ്താലും അത് പിശാച് അവരുടെ ഉള്ളിൽ വരുന്ന ദുരാത്മാവ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പൊ ആ ദുരാത്മ ശക്തികളോട് മാത്രം നമ്മൾ പോരാടാവുള്ളൂ. നമ്മൾ മനുഷ്യരോട് പോരാടരുത്. ഇത് പറയണമെന്ന് ഉദ്ദേശിച്ചില്ല, പക്ഷെ പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ ഓർമ്മ വന്നിട്ട് പറഞ്ഞത് കാരണം ഇത് കേൾക്കുന്ന ആർക്കെങ്കിലൊക്കെ അനുഗ്രഹമായി വന്നു. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സ് മൊത്തം വൈരാഗ്യവും ചിന്തയും കറുപ്പും വെറുപ്പും വിദ്വേഷവും പകയും പിണക്കും ഒക്കെ വെച്ച് മനുഷ്യന്റെ മുഖത്തോട് മനുഷ്യനെ കാണും, മനുഷ്യരോടാണ്. പക്ഷെ മനുഷ്യരോട് ഒരിക്കലും അത് വെക്കരുത്. നമുക്ക് ഒരൊറ്റ എനിമി മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ എനിമി, അത് പിശാചാണ്. അവനോട് മാത്രം നമുക്ക് പോരാട്ടമുള്ളൂ, അവനോട് മാത്രമേ നമുക്ക് വൈരാഗ്യം ഉണ്ടാവുള്ളൂ, അവനോട് മാത്രമേ നമ്മൾ എതിർത്ത് നിൽക്കാവുള്ളൂ. അവനെ മാത്രമാണ് കീഴടക്കണമെന്നും തകർത്ത് കളയണമെന്ന് ചിന്തിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരിലേക്കൊന്നും അതിന്. അപ്പൊ നമ്മൾ ഇവിടെയും നമ്മൾ കാണുന്ന അവര് നമ്മുടെ അടുക്കിലേക്ക് വരണമെങ്കിൽ എന്താണ്? നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ വാക്തത്വം നിവൃത്തിയാണ്. എന്താണ്? നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ വന്നിരിക്കുക. നമ്മുടെ മേൽ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേൽ ഉണ്ട്. പക്ഷെ നമ്മൾ വേണ്ടുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിച്ചാലാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പ്രകാശത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇവരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ തുടങ്ങുക. കാരണം ആ പ്രകാശത്തിൽ മാത്രമേ ആ ഇരുട്ടിനെ കളയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മുടെ മേൽ പറഞ്ഞിരിക്കുന്ന ശക്തി, യേശുകർത്താവിന്റെ മേൽ പറഞ്ഞിരിക്കുക അതേ ശക്തി, യേശുക്രിസ്തുവിനെ ദൈവം ആത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്യുന്ന, പരിശുദ്ധാത്മാ ശക്തിയാൽ അഭിഷേകം ചെയ്യുന്ന എഴുതിയിരിക്കുന്ന അതേ തന്നെ നമ്മളെയും ദൈവം നമ്മളെ പരിശുദ്ധാത്മാ ശക്തിയാൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഈ അഭിഷേകം ഈ ദിവസങ്ങളിൽ ജ്വലിക്കണം. ഈ അഭിഷേകം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന പോലെ ഒഴുകണം. ഇത് അനേകരെ പിടിവിച്ചെടുക്കാൻ തക്കവണ്ണം അനേകരെ അവരായിരിക്കുന്ന എന്ത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പോ ഇരിക്കുന്ന അവസ്ഥ ഇരിക്കാൻ വേണ്ടി ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മൾ പറയുന്ന ദൈവമേ തായേ എന്ന് പറഞ്ഞിട്ട് കാര്യം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ശക്തി നമ്മുടെ വിശ്വാസം ഈ പരിശുദ്ധാത്മ ശക്തി ആക്ടിവേറ്റ് ആയിട്ട് ഇത് മാനിഫെസ്റ്റ് ആകട്ടെ. ഇത് എവിടെയൊക്കെയാണ് മാനിഫെസ്റ്റ് ആകേണ്ടത് ആ മേഖലയൊക്കെ മാനിഫെസ്റ്റ് ആകട്ടെ. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നത്. അവിടെയാണ് നമുക്ക് അനേകരെ വിടുവിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ശക്തിയെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണിക്കല്. ഇത് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആത്മശക്തി ഒരു ശകലം എന്റെ ശരീരത്തെ എന്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ കുറഞ്ഞു എന്ന് തോന്നിയാൽ ഉറങ്ങാൻ പാടില്ല. എഴുന്നേൽക്കണം, ഇരിക്കണം, ഇപ്പൊ കരയണം, പ്രാർത്ഥിക്കണം, ഇത് തിരിച്ചു പിടിക്കണം. ആത്മശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അതൊരു നോർമൽ തിങ് ആയിട്ട് ഒരിക്കലും നമ്മളിത് ആത്മശക്തി ചോരം നമ്മൾ തിരിച്ചറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിരിച്ചറിയും ഇത് എവിടെ നഷ്ടപ്പെട്ടെന്ന് നമ്മൾ അന്വേഷിക്കണം. ഇത് എന്തുകൊണ്ട് പോയി ചോദിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം, കരയണം, ഇത് തിരിച്ചു പിടിച്ചതിന് ശേഷം സമാധാനത്തിൽ ഇരിക്കാൻ പാടില്ല. ഇത് കിട്ടും വരെ സമാധാനം കൊടുക്കുക, നമ്മുടെ മനസ്സിന് നമ്മുടെ ഹൃദയത്തിന് സമാധാനം കൊടുക്കുക. നമ്മൾ ദൈവസന്നിധി ഇരിക്കണം. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി ദൈവസന്നിധി ബലം പിടിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല ബലം പിടിക്കണം. നിങ്ങളിന്ന് ദൈവം പകർന്ന അഭിഷേകം അല്ലെ കൃപാവരങ്ങൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടും വരെ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് അത് പ്രാപിച്ചെടുക്കുക തന്നെ. അത് പ്രാപിച്ചിട്ട് മാത്രമേ മുൻപോട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്ഥിരതയോട് ഓട്ടം ഓടാൻ കഴിയത്തില്ല. നമ്മൾ പലപ്പോഴും വീണും എഴുന്നേറ്റ് ഓടുന്നവരെ പോലെ ആയിപ്പോ. അങ്ങനെ വീണും എഴുന്നേറ്റ് ഓടിക്കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ പർപ്പസിലേക്ക് നമ്മൾ എത്തത്തില്ല. പലപ്പോഴും ദൈവം നമ്മളെ ഏൽപ്പിച്ച വേല നമുക്ക് പൂർത്തിയാക്കാൻ കഴിയത്തില്ല. അപ്പൊ ദൈവം നമ്മളെ ഏൽപ്പിച്ച വേല നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ നമ്മളുള്ള അഭിഷേകത്തെ അതൊരു വലിയ പ്രഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അഭിഷേകം എന്റെ സമ്പത്താണെന്ന് ദൈവദാസൻ പാടി കണക്ക് അഭിഷേകം നമ്മുടെ സമ്പത്ത് തന്നെയാണ്. ഈ സമ്പത്തില്ല നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. ഈ ലോകത്തിലെ സമ്പത്ത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതം സക്സസ്ഫുള്ളി മുൻപോട്ട് പോകണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി മാത്രം മതി. ആ ശക്തി നമുക്ക് സകലം നൽകി തരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം ആരെങ്കിലും നിന്നും ആത്മശക്തിക്ക് ചോർന്നു പോയിട്ട് അതൊക്കെ ഇന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുള്ള ആത്മശക്തി മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ വിടുതൽ നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ വിടുതൽ വരാനുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ആ ശക്തി ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് അത് വിടുതലിലേക്ക് കൊണ്ടുവരാം. ദൈവം വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.